കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ സംസ്ഥാനത്തുടനീളം വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു വാർഡുണ്ട്. റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ 9ാം വാർഡ്, അതായത് ശബരിമല വാർഡ്. കേരള രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇളക്കിമറിച്ച ശബരിമല വികാരം വീണ്ടും തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രധാന ചർച്ചാ വിഷയമായതിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രവും അനുബന്ധ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ വാർഡിലെ ഫലം സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു. സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷം തകർന്നടിഞ്ഞതിന് കാരണമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഭക്തർക്കിടയിലെ അതൃപ്തിയുമാണ് പറയപ്പെട്ടതെങ്കിൽ ഈ വാർഡിൽ CPM നേടിയ വിജയം ആ രാഷ്ട്രീയ വിശകലനങ്ങളെ ചോദ്യം ചെയ്തു. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, അട്ടത്തോട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ തന്ത്രപ്രധാന വാർഡിലെ തിരഞ്ഞെടുപ്പ് ഫലം ഒരു നാടകീയ മുഹൂർത്തമായി മാറി. 9ാം വാർഡിൽ നടന്നത് അതീവ വാശിയേറിയ മത്സരമായിരുന്നു. CPMന്റെ PS ഉത്തമനായിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. എതിർ സ്ഥാനാർത്ഥിയായി അമ്പിളി ഉത്തമനും തുല്യ വോട്ടുകൾ നേടി. ശബരിമല മേൽശാന്തി തിരഞ്ഞെടുക്കുന്നത് പോലെ ജനപ്രതിനിധിയെ കണ്ടെത്താൻ ഇവിടെ ജനവിധിക്ക് ശേഷം ഭാഗ്യം തുണക്കേണ്ടി വന്നു. തുല്യ വോട്ടുകൾ വന്നതിനെ തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ ഉത്തമൻ വിജയിക്കുകയും ശബരിമല വാർഡിന്റെ പ്രതിനിധിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇത് CPMന് ലഭിച്ച അപ്രതീക്ഷിതവും എന്നാൽ നിർണായകവുമായ വിജയമായി. ശബരിമല വാർഡ് ഉൾപ്പെടുന്ന റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ CPM തങ്ങളുടെ ഭരണം നിലനിർത്തി. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ 10 എണ്ണവും ഇടതു മുന്നണിക്ക് ലഭിച്ചു. ഇതോടെ PS ഉത്തമനൊപ്പം CPM പഞ്ചായത്ത് ഭരണം നിലനിർത്തുകയായിരുന്നു. UDFന് 3ഉം BJPക്ക് 3ഉം സീറ്റുകളാണ് നേടാനായത്. കഴിഞ്ഞ തവണ BJPക്ക് 5 മെമ്പർമാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 2 സീറ്റുകൾ നഷ്ടമായതും ശ്രദ്ധേയമാണ്. ശബരിമല വാർഡിൽ BJPക്ക് സംഭവിച്ച തകർച്ചയാണ് ഈ ഫലത്തിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വാർഡായിരുന്നു ശബരിമല. എന്നാൽ ഇത്തവണ BJP ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സംസ്ഥാനത്തുടനീളം CPMനെതിരെ ശബരിമല വികാരം ഒരു തരംഗമായി. BJPക്ക് അനുകൂലമായെന്ന് വിലയിരുത്തുമ്പോൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന വാർഡിൽ അവർക്ക് ഇത്ര വലിയ തിരിച്ചടി നേരിട്ടത് ആ രാഷ്ട്രീയ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നു. ദേശീയതലത്തിൽ അയ്യപ്പ ഭക്തരുടെ പാർട്ടി എന്ന പ്രതിച്ഛായ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിൽ തന്നെ ഭരണം നഷ്ടപ്പെടുകയും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തത് അവരുടെ പ്രാദേശിക സംഘടനാ ദൗർബല്യത്തെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ശബരിമല ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമ്പോഴും അതിന്റെ പ്രാദേശികമായ വികസന ആവശ്യങ്ങളോടും ജനകീയ പ്രശ്നങ്ങളോടും ഫലപ്രദമായി പ്രതികരിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്ന് ഈ ഫലം വ്യക്തമാക്കുന്നു. സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായി ഉയർന്നു വന്ന 2 പ്രധാന വിമർശനങ്ങളെ ശബരിമല വാർഡിലെ CPM വിജയം ചോദ്യം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ അഴിക്കുള്ളിലായ സംഭവം പാർട്ടിയുടെ അഴിമതിരഹിത പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കിയിരിക്കുന്നു. ഈ വിവാദം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിഫലിച്ചതായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ക്ഷേത്രവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാർഡിൽ CPM വിജയം നേടുന്നത് ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ പഞ്ചായത്തിലെ വോട്ടർമാരെ കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്നതിന്റെ സൂചന നൽകുന്നു. അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രാദേശിക തലത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയില്ല. പരമ്പരാഗതമായ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കും സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വാധീനത്തിനും പ്രാദേശിക വിഷയങ്ങൾക്കുമാണ് വോട്ടർമാർ കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നും ഇത് വ്യക്തമാക്കുന്നു. 2018 ശബരിമല യുവതി പ്രവേശന വിഷയത്തിന് ശേഷം കേരളത്തിൽ CPMനെതിരെ നിലനിന്നിരുന്ന അയ്യപ്പ വികാരം ഈ തിരഞ്ഞെടുപ്പിലും ആഞ്ഞടിച്ചുവെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ശബരിമല വാർഡിലെ ഫലം ഈ വിലയിരുത്തലിന്റെ പൊതുവായ വ്യാപ്തിക്ക് ഒരു അപവാദമായി നിലകൊള്ളുകയാണ്. അയ്യപ്പ വികാരം BJPക്ക് അനുകൂലമായിരുന്നെങ്കിൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന വാർഡിൽ അവർ 1ാം സ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. CPM വിജയിക്കുകയും BJP 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തത് സംസ്ഥാന തലത്തിൽ വികാരം പ്രാദേശിക തലത്തിൽ അതേ തീവ്രതയിൽ പ്രതിഫലിക്കുന്നില്ലെന്ന് തെളിയിക്കുന്നു. റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ ജനങ്ങൾ ശബരിമല ക്ഷേത്രത്തെ ഒരു വികാരപരമായ വിഷയമായി കാണുന്നതിനേക്കാൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായും വികസനത്തിന്റെ കേന്ദ്രമായും കാണുന്നുണ്ടാവാം. പമ്പ, സന്നിധാനം തുടങ്ങിയ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിലവസരങ്ങൾ തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങൾക്കാണ് ഇവിടെ പ്രാമുഖ്യം ലഭിച്ചത്. ഈ വിഷയങ്ങളിൽ CPMന്റെ സ്ഥാനാർത്ഥിക്കും മുന്നണിക്കും കൂടുതൽ വിശ്വസ്തത നേടാൻ സാധിച്ചു. CPMന്റെ ശക്തമായ സംഘടനാ സംവിധാനവും സ്ഥാനാർത്ഥി PS ഉത്തമന്റെ വ്യക്തിപരമായ ബന്ധങ്ങളും നറുക്കെടുപ്പിലേക്ക് എത്തിച്ചേരാൻ നിർണായകമായി. ശബരിമല വാർഡിലെ CPM വിജയം കേരള രാഷ്ട്രീയത്തിൽ നൽകുന്ന പാഠങ്ങൾ വ്യക്തമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അമിതമായി രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന BJPക്ക് ഈ ഫലം ഒരു താക്കീതാണ്. വികാരപരമായ വിഷയങ്ങൾക്കപ്പുറം ജനകീയ അടിത്തറയും പ്രാദേശിക വികസന പ്രശ്നങ്ങളുമാണ് തിരഞ്ഞെടുപ്പിൽ വിജയം നിർണ്ണയിക്കുന്നത്. സംസ്ഥാനത്തുടനീളം കനത്ത തിരിച്ചടി നേരിട്ട CPMന് അയ്യപ്പന്റെ തട്ടകം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലത്ത് വിജയം നിലനിർത്താൻ സാധിച്ചതും വലിയ ആശ്വാസം നൽകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ ആഴം പ്രാദേശിക തലത്തിൽ കുറവാണെന്ന പ്രതിരോധം തീർക്കാൻ ഈ വിജയം CPMന് അവസരം നൽകും. നറുക്കെടുപ്പിലൂടെയാണെങ്കിൽ പോലും CPM ഇവിടെ നേടിയ വിജയം കേരള രാഷ്ട്രീയത്തിലെ പല പൊതുധാരണകളെയും ചോദ്യം ചെയ്യുന്ന ഒരു സുപ്രധാന തിരഞ്ഞെടുപ്പ് ഫലമായി ചരിത്രത്തിൽ ഇടം നേടും.